നമസ്കാരം. എവിടെയാണ് സ്ഥലം? അപ്പം വേറൊരു വ്യക്തിക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് വേണ്ടിയല്ല, ഈ ഇരിക്കുന്ന അധ്യാപികയ്ക്ക് വേണ്ടിയായിരിക്കും പറയുന്നത്. ശരി, ജനിച്ചിട്ടും ജനിക്കുന്നില്ല. നമ്മൾ പരീക്ഷ പേപ്പറിൽ നമ്മൾ 1 മുതൽ അങ്ങ് അറ്റം വരെ പഠിക്കുമ്പം ചോദ്യ പേപ്പറിലെല്ലാം നമുക്ക് IAS പോകണമെങ്കിലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചോദ്യ പേപ്പർ വെച്ച ചോദ്യങ്ങളാണ്. നമ്മൾ കാണാത്ത ചോദ്യങ്ങൾ, ചിന്തിക്കാത്ത ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ എഴുതിയെങ്കിൽ മാത്രമേ IAS വരെ പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് അതേ കണക്കാണ് നമ്മളിതൊക്കെ ചോദിക്കുക. എന്തിനാണ് ഇതൊക്കെ ചോദിക്കുക? ഇതൊക്കെ ആര് പറയുമെന്ന് ജനിച്ചിട്ടും ജനിക്കുന്നില്ല. ജനിച്ചിട്ടും ജനിക്കുന്നില്ല. ജനിച്ചിട്ട് പുറത്ത് ജനിക്കാൻ കുറേ ടൈം എടുക്കും. അതാണ് ജനിച്ച്, പക്ഷെ എന്നിട്ടും ജനിക്കുന്നില്ല. ജനിച്ച് എന്നിട്ടും ജനിക്കുന്നില്ല. അത് പല രീതിയിൽ പറയാം ആൻസർ. ഇപ്പം ഒരു കവിത മനസ്സിൽ ജനിക്കുന്നു, പുറത്തേക്ക് വരാൻ ടൈം എടുക്കും. പിന്നെയല്ലേ ജനിക്കും. അങ്ങനെ വരുന്നില്ല. അത് ജനിച്ചിട്ടും ജനിക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞ് ജനിച്ച്, ആ കുഞ്ഞ് ജനിച്ചെന്ന് വെച്ചോ, ആ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞു, പക്ഷേ പുറത്തേക്ക് വന്നു, പക്ഷേ അത് എന്നിട്ട് ജനിച്ചിട്ടില്ല. മനുഷ്യനിൽ പെടുന്നത് കൊടുക്കൈ അടി 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 അടിക്കൊരു ഒരു നല്ലൊരു കൈ, നല്ലടി. അമ്മച്ചി കൈ അടിക്കുന്നത്. ഇതാണ് നമ്മളെ കേരളത്തിൽ മെച്ച് വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനും ചിരിക്കുവാനും പറയുവാനും ഒക്കെ നല്ല വാക്കുകളിലേക്കും അല്പനേരം മാറി ചിന്തിക്കുവാനും നമ്മളെ തലച്ചോറൊന്ന് വർക്ക് ചെയ്യാനും ഒക്കെ ഒരു അവസരം, അല്ലെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ അല്പനേരം ബീപ്പാറിക്കുന്ന സന്തോഷിക്കാൻ വന്ന അമ്മച്ചി സഹോദരിമാർക്കൊക്കെ നമ്മളെ ചോദ്യത്തിന് മറുപടി ജനിച്ചിട്ടും ജനിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞത്? എന്താ? മുട്ട. കോഴിമുട്ടയെന്ന് പറ. ആ കോഴിമുട്ട. കോഴിമുട്ട. കോഴി എന്ന് പറയുമ്പോൾ താറാമുട്ടയാണെങ്കിൽ അറിയാമല്ലോ. അപ്പോൾ ജനിച്ചിട്ടും ജനിക്കുന്നില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഓക്കെ, ഒരു ഹൈ തന്നെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഹൈ തന്നിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവരെ പോകാം. ഒന്നുമില്ല, എപ്പോഴും ഉപയോഗിക്കാം. ജനിച്ചിട്ടും ജനിക്കുന്നില്ല. വേറെ ചോദ്യം ചോദിച്ചോണോ? കാശ് കൊടുത്ത് വാങ്ങും, എന്നിട്ട് നശിപ്പിച്ച് കളയും. ചെറിയ സിമ്പിൾ ചോദ്യമാണ്. കാശ് കൊടുത്ത് വാങ്ങും, നശിപ്പിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. കാശ് കൊടുത്ത് വാങ്ങി നശിപ്പിക്കും. അതാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതെല്ലാം സൂക്ഷിച്ച് വെക്കാറുള്ള. നശിപ്പിക്കും. മറന്നുപോയി. എന്നാൽ ചെറിയ സിമ്പിൾ ചോദ്യം ചോദിക്കാം. തൊട്ട് കഴിഞ്ഞാൽ പൊട്ടും. പറഞ്ഞു കൊടുക്കരുത്. അദ്ദേഹം പറയട്ടെ. ഒരാളെ പറയാം. അല്ല അതല്ല, അത് അതിൻ്റെ ബലൂനല്ല. തൊട്ട് കഴിഞ്ഞാൽ പൊട്ടും. ബലൂൻ എങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടുന്നത്? താങ്ക് യു. അപ്പം തീർച്ചയായിട്ടും സഹോദരിയുടെ പേര് അർച്ചന. എവിടുന്ന് വരിക? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഐഡിയ കാർഡ് മണശില്പത്തിൻ്റെ എല്ലാ വർഷവും നടക്കുന്ന ക്ലാസ്സാണ്. ഒരു വർഷത്തിൽ 10-20 പരിപാടി നടക്കുകയാണ്. ഒരുപാട് പൊതുപ്രവർത്തകരും മേയർ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടികളാണ്. എന്നുവെച്ചാൽ കൊല്ലം കളക്ടർ വരെ ഈ മണശില്പം പഠിക്കാൻ വന്ന ദൃശ്യങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആരാണ് മോക്ക് വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്? അതോ മോക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാ രണ്ടുപേരും കൂടെ കൈവച്ച് ഓടി. അപ്പോൾ നമ്മുടെ ഐഡിയ കാർഡ് മണശില്പത്തിൻ്റെ വാങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് തന്നെ നമ്മളെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ട് നമ്പർ, ഒറ്റ നമ്പറേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് തന്നാൽ തീർച്ചയായിട്ടും നമ്മളങ്ങോട്ട് മെസ്സേജ് തരും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. ഇത് ഐഡിയ കാർഡ് ഒട്ടിച്ചിട്ട് വേണം ഞങ്ങൾ ഗ്രൂപ്പിലിടാൻ. ID ഒട്ടിച്ച് മറ്റേ ടാഗും കൂടെ മേടിച്ചിട്ടിട്ട് വേണം ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടാൻ.